ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. ونشهد أن لا إله إلا الله وحده نصر عبده وأعز جنده وهزم الأحزاب وحده. ونشهد أن سيدنا محمد رسول الله أدى الأمانة وبلغ الرسالة ونصح الأمة وجاهد في الله حتى أتاه اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وخير الأمور عوازمها، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അത്രയും സ്നേഹാദരവ് നിറഞ്ഞ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ ഏറ്റവും വിശുദ്ധമായ അനുഗ്രഹീതമായ ആദർശവീഥിയിൽ ജീവിതം സമർപ്പിച്ച സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, സ്നേഹനിധിയായ നാഥൻ്റെ വിധിവിലക്കുകൾ സംതൃപ്തിയോടെ സസൂക്ഷ്മം ജീവിതത്തിലുടനീളം പാലിച്ച് മുമ്പോട്ട് പോകണമെന്ന് ആദ്യമേ എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും പ്രിയപ്പെട്ട അടിയാറുകൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് തടയുന്ന കാര്യങ്ങളെക്കുറിച്ചും സവിശേഷമായി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു മനുഷ്യന്, പ്രത്യേകമായി സത്യവിശ്വാസികൾക്ക് സമാശ്വാസം പകരുന്ന, എത്ര ദുസ്സഹമായ സാഹചര്യമായിരുന്നാലും ആ ഘട്ടത്തിൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ എത്ര പേർക്കറിയാം. അതിലേക്കുള്ള ചില വഴികളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ ഖുതുബയിലൂടെ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ദീനി സദസ്സുകളിലുമൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഇസ്രാ മിഅ്റാജിനെ കുറിച്ചായിരിക്കും. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
63 വർഷത്തെ ജീവിതത്തിലെ സംഭവ ബഹുലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണല്ലോ ഇസ്രാ മിഅ്റാജ്. ഈ ഒരു സംഭവത്തിൽ നിന്ന് എന്ത് പാഠമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക? അങ്ങനെയാണല്ലോ പൊതുവെ ഏത് ചരിത്രം പഠിക്കുമ്പോഴും എന്തിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഇത് കേവലം ചരിത്രം മാത്രമല്ല, അതിനേക്കാൾ ഉപരി വിശ്വാസികൾക്ക് അനവധി പാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു മഹാസംഭവം നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. ഇസ്രായിലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ കൂട്ടിയിട്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നു. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശാരോഹണം എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശാരോഹണം നടത്തിയ 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹയിലെത്തിയ ആ വലിയ സംഭവത്തെ കുറിച്ചാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ സംഭവത്തിന്റെ ആ ഒരു വിവരണത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിലെ, അതിന്റെ പേര് തന്നെ ഇസ്രാ എന്നാണ്, 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാനല്ലദീ തുടങ്ങുന്ന ആരെ കുറിച്ച് പറഞ്ഞിട്ടാ? അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടാ. ഈ സംഭവത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമും അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അവൻ പരിശുദ്ധനാണ്. എന്താണ് അല്ലാഹു ചെയ്തത്? അസ്റാ, യാത്ര ചെയ്യിപ്പിച്ചു, ബിഅബ്ദിഹി, തന്റെ അബ്ദിനെ കൊണ്ട്, ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, രാത്രിയിലാണ് യാത്ര ചെയ്യിപ്പിച്ചത്, മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്യിപ്പിച്ചു. ഇവിടെ പറയുന്ന ആരെ കുറിച്ചാണ്? യാത്ര ചെയ്തവനേക്കാൾ ഈ സൂറ ഫോക്കസ് ചെയ്യുന്നത് യാത്ര ചെയ്യിപ്പിച്ചവനെയാണ്. യാത്ര ചെയ്യിപ്പിച്ചവൻ, അങ്ങനെ തന്നെ പറയുന്നത് അസ്റാ എന്ന് പറയുന്നത്. അല്ലദീ ബാറക്നാ ഹൗലഹു, എന്നിട്ട് ആ മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ആ പ്രദേശത്തെ കുറിച്ച് പറയാണ്, അതിന് ചുറ്റും നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ട് യാത്ര? അള്ളാഹു അതിന്റെ ഒരു പേർപ്പസ് പറയുന്നത് എന്തിനാ? ലിനുരിയഹു മിൻ ആയാതിനാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കാൻ. എന്നിട്ട് പറയുന്നു, ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ, അള്ളാഹു എന്നോട് എന്ത് സംവദിക്കുന്നു മനസ്സിലാക്കാൻ നമ്മൾ തഫ്സീറുകൾ പഠിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പരാമർശിക്കുന്ന ഒന്നാണ് അവതരണ പശ്ചാത്തലം, സബബുൻ നുസൂൽ. അതെല്ലാ നിയമങ്ങൾക്കുണ്ട്. ലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതിൽ പറയുന്നത് ഒരു നിയമം മനസ്സിലാക്കാൻ അതിന്റെ ടൂളുകളെ കുറിച്ചാണ്. ഇന്റേണൽ എയ്ഡ്സ്, എക്സ്റ്റേണൽ എയ്ഡ്സ് ഒക്കെ ഉണ്ട്. അതിൽ പ്രധാനമായി പരാമർശിക്കുന്നതാണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അല്ലെ, നിയമം ഉണ്ടായ സാഹചര്യം. ഖുർആൻ പഠിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ സാഹചര്യം നമ്മൾ പഠിക്കണം. സബബുൽ നുസൂൽ, അവതരണ കാരണം നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാം വയസ്സ് വരെ മക്കയിൽ ജീവിച്ചത്. ആരെക്കൊണ്ടും ഒരു മോശമായ വാക്ക് പോലും പറയിപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പക്ഷെ നുബുവത്ത് ഏറ്റെടുത്തപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ ഹബീബിനെയും കൂട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തുൽ നൗഫലിന്റെ അടുക്കലേക്ക് പോകുന്നുണ്ടല്ലോ. അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, മൂസയുടെ അടുക്കൽ വന്ന നാമൂസ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇപ്പോൾ വന്നത്. ഈ സമൂഹം നിന്നെ പുറത്താക്കുന്ന ഒരു സന്ദർഭം, നിനക്കെതിരെ നിൽക്കുന്ന ഒരു സന്ദർഭം, ആ ഘട്ടത്തിൽ എന്റെ കൂടെ ഞാനുണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്, അത്ഭുതപ്പെടുന്നുണ്ട്. എന്റെ ജനത എന്നെ പുറത്താക്കുന്നു. ഇതൊരു ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്. എന്റെ ജനത എന്നെ പുറത്താക്കുന്നു. കാരണം ഈ നാട്ടില് ആരെ പുറത്താക്കിയാലും എന്നെ പുറത്താക്കാൻ സാധ്യതയില്ല. കാരണം ഞാൻ അവർക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ്. അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അത് സംഭവിക്കുമെന്ന് ബറക്കത്തുൽ നൗഫൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്.
അങ്ങനെ പ്രബോധന ഘട്ടം തുടങ്ങാണ്. രഹസ്യ പ്രബോധനം, പിന്നീട് പരസ്യ പ്രബോധനത്തിലേക്ക് കടക്കുന്നു. നമുക്കറിയാം സഫാ മലയുടെ മുകളിൽ കയറിയപ്പോ അവിടെ ഈ സന്ദേശത്തെ കുറിച്ച് പറഞ്ഞപ്പോ സ്വന്തം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകേണ്ട, താൻ ജനിച്ചപ്പോ അടിമയെ മോചിപ്പിച്ച് സന്തോഷിച്ച അബൂലഹബ് പോലും എതിരെന്ന് പറയുന്നുണ്ട്, തബ്ബല്ലക് അലിഹദ ജമഅതന, നിനക്ക് നാശം, ഇതിനാണ് ഞങ്ങൾ വിളിച്ചു കൂട്ടിയത്. ഇത് നമ്മൾ ആലോചിക്കണം. ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യം നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണം. ഇങ്ങനെ പലവിധ പരീക്ഷണങ്ങളിലെ തീച്ചോളയിലേക്കാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തെറിയപ്പെടുന്നത്. അതിൽ പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മക്കൾ മരിക്കുന്നുണ്ട്, അല്ലെ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 3 ആൺമക്കളെയും പെൺമക്കളെയും ഖബറടക്കേണ്ടി വന്നവനാണ് നമ്മുടെ പ്രിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ അതിനെ പോലും കളിയാക്കുന്ന എങ്ങനെയാ? ഇന്നശാനിയക ഹുവൽ അബ്തർ എന്ന പ്രയോഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എതിരിടുന്നുണ്ട്. വേരറ്റവനെന്നും പാരമ്പര്യം അല്ലെങ്കിൽ നിനക്ക് പിന്തുടർച്ചക്കാരില്ലാത്തവനെന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ആൺമക്കൾ മരിച്ചപ്പോൾ. ഇങ്ങനെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഇത് തന്നെയാണ് കേൾക്കാനുള്ളത്. പ്രശംസിക്കാൻ ആരാ കൂടുള്ളത്? ആരും കൂടെ ഇല്ല. ഒരു മനുഷ്യന്റെ ഒരു മനോനില നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എങ്ങനെ ഒരു മനുഷ്യനെ പിടിച്ചിക്കാൻ കഴിയാം? അങ്ങനെ ജീവിതം മുമ്പോട്ട് പോവാണ്. ഈ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായി നിന്ന ആളുകളുണ്ട്. നമുക്ക് വ്യത്യസ്ത അർത്ഥത്തിലുള്ള സപ്പോർട്ട് നമുക്ക് അനിവാര്യമായിരിക്കും. ഒന്ന്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ സമാശ്വസിപ്പിക്കാൻ, കൂടെ നിൽക്കാൻ ചില മനുഷ്യരെ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഉമ്മ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, അല്ലെ? നമ്മൾ ആലോചിച്ച് നോക്ക്, മക്കയിലെ സ്ത്രീകൾക്ക് ഒരു വിലയുമില്ലാതിരുന്ന സാമൂഹിക സാഹചര്യത്തോട് പടവെട്ടി തന്റേതായ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹിറാ ഗുഹയിൽ നിന്ന് ഈ സന്ദേശം ലഭിച്ച് പേടിച്ച് വിറച്ചു വരുമ്പോ ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്ക് എന്നെ കുറിച്ച് പേടിയാവുമെന്ന് പറഞ്ഞപ്പോ ആശ്വസിപ്പിക്കാൻ ആരാണ്ടായത്? കല്ലാ വല്ലാഹി മാ യുഖ്സിക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും കൈവിടില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിച്ച് കൂടെ നിർത്തുകയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അത് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസം മാത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു ഖദീജ ബീവി. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഖദീജ ബീവി കൂടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഖുർആൻ പറയുന്ന പ്രയോഗമുണ്ട്, താങ്കളെ ദരിദ്രനായിരുന്നു, താങ്കൾ സാമ്പത്തികമായി അത്ര ഉന്നതിയിലായിരുന്നില്ല, താങ്കളെ ഞാൻ ധനികനാക്കി. ഈ ധനികനാക്കിയതിന്റെ ഒരു മോഡൽ പഠിപ്പിക്കുന്നത് ഖദീജ ബീവിയിലൂടെയാണ്. അപ്പൊ ചില ആളുകൾ വിചാരിക്കും, അങ്ങനെ കല്യാണം കഴിക്കല്ലേ. ഇവിടെ മെസ്സേജ് അതല്ല കേട്ടോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് തന്റെ ഭൗതികമായ നേട്ടങ്ങൾക്കോ അഭിവൃദ്ധിക്കോ അല്ല, മറിച്ച് ഈ ദീനിന് വേണ്ടിയാണ്, ഈ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കൂടെ നിൽക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹ നുബുവത്തിന്റെ 10ാം വർഷം അള്ളാഹുവിലേക്ക് യാത്രയാവാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ആഘാതം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലെ സാമൂഹിക സാഹചര്യത്തിൽ ഗോത്രങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് കൃത്യമായ ഒരു സ്വാധീനമുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അബൂ താലിബിന്റെ പിന്തുണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ആശ്വാസമാണ്. അബൂ താലിബിന്റെ പിന്തുണ മറ്റു ശത്രുക്കൾക്ക് ഭയങ്കര തലവേദനയാണ്. കാരണം അബൂ താലിബ് കൂടെ നിൽക്കുന്ന കാലത്തോളം മുഹമ്മദിന് ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം അവിടുത്തെ ഗോത്ര സാഹചര്യങ്ങൾ, അവിടെ ഞാൻ കോൺടെക്സ്റ്റ് മനസ്സിലാക്കുന്നു പറഞ്ഞത്. അവസാനം ഷേബ് അബീ താലിബിൽ നമ്മുടെ പ്രിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം പോലും ലഭിക്കാതെ, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? പച്ചില തിന്ന് മൃഗങ്ങളെ പോലെ കഷ്ടിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. എത്ര വർഷം? 2-3 വർഷം, അല്ലെ? നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല നമ്മുടെ പ്രിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയ സാഹചര്യം എന്താണെന്നുള്ളത്. ഈ സന്ദർഭത്തിൽ കൂടെ ആരുണ്ടായിരുന്നു? അബൂ താലിബ് ഉണ്ടായിരുന്നു, ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. പക്ഷേ
നുബുവത്തിന്റെ 10-ാം വർഷം അവർ അള്ളാഹുവിലേക്ക് യാത്രയായി. ഇത് ഉണ്ടാക്കുന്ന ഒരു ആഘാതം ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ ആ വർഷത്തെ ആമുൽ ഹുസ്ൻ എന്നറിയപ്പെട്ടത്. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. നമ്മൾ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമം ഉണ്ടാവും. തന്റെ പ്രിയമകൻ ഇബ്രാഹിം തന്റെ കയ്യിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏങ്ങിക്കരയുമ്പോൾ ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ്, താങ്കൾ കരയോ? താങ്കൾ കരയാണോ എന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ അതിനെ തിരുത്താ ചെയ്യുന്നത്. അത് ഒരു മനുഷ്യന്റെ മാനുഷികമായ പ്രകടനവും കാരുണ്യത്തിന്റെ അടയാളവുമായിട്ടാണ് അവരെ പരാമർശിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം വരും കേട്ടോ. ഇനി എന്താ ചെയ്യാ? എല്ലാവരും കൈവടിഞ്ഞല്ലോ, ഒറ്റ കുടുംബക്കാർ പോലും കൂടെ നിൽക്കുന്നില്ല. അങ്ങനെ ത്വായിഫിലേക്ക് യാത്ര ചെയ്യാണ്, പ്രതീക്ഷയോടെ യാത്ര ചെയ്യുന്നത്. ത്വായിഫിലുള്ള ആളുകൾ എന്ത് ചെയ്യും? എന്റെ കൂടെ നിൽക്കും. ഓൾക്ക് ഞാൻ അത്രയും പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ ലൈഫിലൊക്കെ ചില സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ, ആര് കൈവടിഞ്ഞാലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അവരെനിക്കെതിരെ നിനക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ കള്ളു പറയല്ലോ. പ്രതീക്ഷയോടെ തായിഫിലേക്ക് പോവുകയാണ്. എന്താ സംഭവിച്ചത്? തായിഫിലെ ആളുകൾ സ്വീകരിക്കുന്നതിന് പകരം കുട്ടികളെ അയച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയുകയാണ്. കല്ലെറിയുക മാത്രമല്ല സംഭവിച്ചത്, കല്ലെറിഞ്ഞ് ആ തിരുശരീരം പൊട്ടി ചോരയൊലിച്ചുകൊണ്ട് ചെരുപ്പ് നിറയെ ചോര തളം കെട്ടി നിൽക്കുന്നുണ്ട്. അവസാനം ബോധം കെട്ട് അവിടെ ഒരു തോട്ടത്തിൽ വീഴാണ്. അല്ല, നമ്മളെ ചരിത്രം കേട്ടിട്ടുണ്ടാവും. അവിടെ ഇത്തരം വലിയ പ്രതിസന്ധികളാണ്. അപ്പൊ ത്വായിഫ് എന്ന പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ ഇനി എന്താണ് ഞാൻ ചെയ്യാ, എന്താ അല്ലാഹു ഉദ്ദേശിച്ചത്? പലവിധ വികാരങ്ങൾ വരുന്നുണ്ട്. ആ സിറ്റുവേഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തോന്നുന്നു ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനെന്താ കുറ്റം ചെയ്തു? അവൻ ചിലപ്പോൾ നമുക്ക് തോന്നൂലേ, അല്ല കുടുംബത്തിൽ രോഗം ഉണ്ടാവുമ്പോൾ ഹോസ്പിറ്റലിൽ കുറെ കിടക്കുമ്പോൾ നമുക്ക് തോന്നും, എനിക്കൊന്നും കുഴപ്പമുണ്ടോ, ഞാൻ അള്ളാഹിനോടൊന്നും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ പലവിധ വികാരങ്ങൾ വരികയാണ്. ഈ സന്ദർഭത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ടതാണ്. തായിഫില് ഈ പ്രതീക്ഷ അറ്റ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇലൈക അഷ്കു വഅഫ ഖുവതി. പടച്ചോനെ, എന്റെ ശക്തി ദൗർബല്യം അത് ഞാൻ നിന്റെ മുമ്പിൽ പറയാണ്, എനിക്ക് ആരോടും പറയാനില്ല. എന്റെ എല്ലാവിധ പ്രതീക്ഷയും ദുനിയാവില് അറ്റിരിക്കാണ്, എനിക്കൊന്നും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല. വഖില്ലത ഹീലതി, എന്റെ വിഭവങ്ങളൊക്കെ ഇല്ലാതായിരിക്കുന്നു. വഹവാനി അലന്നാസ്, ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിസ്സഹായനായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾ എന്നെ വിലവെക്കുന്നില്ല, എന്നെ ആരും വിലവെക്കുന്നില്ല. യാ അർഹമർ റഹീമീൻ അൻത റബ്ബുൽ മുസ്തളഅഫീന വ അൻത റബ്ബി ഇലാ മൻ തകിൽനി. അർഹമർ റഹീമീനായ നാഥ, നീ ദുർബലരായ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ റബ്ബാണല്ലോ, നീ എന്റെ പ്രിയപ്പെട്ട റബ്ബാണല്ലോ. അല്ലാഹുവേ, ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഇലാ ബഈദിൻ യതജഹമുനി, അല്ലെങ്കിൽ എനിക്കെതിരെ മോശമായി പെരുമാറുന്ന വിദേശികളെ ആളുകൾ കാണും. അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എന്റെ മേൽ ആധിപത്യം നേടാൻ ശ്രമിക്കുന്ന ശത്രുക്കളിലേക്കാണോ നീ എന്നെ ഏൽപ്പിക്കുന്നത്? എന്നെ വേണ്ടി ചോദിക്കാണ്, ഇല്ലം യകുൻ ബിക അലയ്യ ഗളബൻ ഫലാ ഉബാലി. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ്. നമുക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടാവേണ്ട ഒരു മനസ്സ് ഇങ്ങനെ ആയിരിക്കണം. എന്താ പറയുന്നത്? നിനക്ക് എന്നോടൊരു ദേഷ്യം ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇതാണ് വിശ്വാസികളുടെ മനസ്സ്. നിനക്ക് എന്നോടൊരു ദേഷ്യമില്ല, എന്റെ ഭാഗത്തൊരു അപരാധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാനിത് സ്വീകരിക്കാൻ തയ്യാറാണ്. നമുക്ക് ഓർമ്മ ഉണ്ടാകും, മക്കയിലെ ഏതൊരു ധൈര്യവാനും പേടിച്ചു പോകുന്ന ഏകാന്തത മുറ്റി നിൽക്കുന്ന ആ മരുഭൂമിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പ്രിയപത്നിയെയും മകനെയും പിഞ്ചു കുഞ്ഞിനെയും അവിടെ ഇട്ടെറിഞ്ഞ് പോകുമ്പോ, ഇട്ടറിയലല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ ആക്കിയിട്ട് പോകുമ്പോ ഹജറബി ഒറ്റ ചോദിക്കുന്നത്, ഇതാരാ പറഞ്ഞത്? അള്ളാഹുവാണ്. എന്നാ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ, എന്നെ ആര് നോക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതായിരുന്നു അവരുടെ കൺസേൺ. അള്ളാഹു കൂടെ ഉണ്ടോ ഇല്ല എന്നൊറ്റ ക്വസ്റ്റ്യൻ മാത്രം അവർക്കുണ്ടായിരുന്നു. ലോകത്തെ എല്ലാ ആളുകളും തങ്ങൾക്കെതിരായി നിന്നാലും. ഇനി വീണ്ടും പറയാണ്, വലകിൻ ആഫിയതക ഇലയ്യ ഔസഉ ലി, എനിക്ക് ഏറ്റവും വേണ്ട എന്താ? നിന്റെ റഹ്മത്താണ്, നിന്റെ കാരുണ്യമാണ്. അഊദു ബിനൂരി വജ്ഹിക അല്ലദീ അശ്റഖത ലഹു ളുലുമാത് വസലഹ അലയ്യ അംറു ദുനിയ വൽ ആഖിറ, ഇരുട്ടിനെ ഇല്ലാതാക്കി കളയുന്ന, അതേപോലെ തന്നെ ദുനിയാവിലെയും ആഖിറയിലെയും കാര്യങ്ങൾ ശരിയാക്കുന്ന നിന്റെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്.
അതേപോലെ തന്നെ അള്ളാഹുവിനോട് ശരണം തേടുകയാണ്, അള്ളാഹുവിന്റെ ഖളബിൽ നിന്ന്, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന്. എന്ന് പറയാണ് അള്ളാഹുവെ, നീ തൃപ്തിപ്പെടുന്നില്ല ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, നീ അല്ലാതെ മറ്റൊരു ശക്തിയില്ല. ഇത് വലിയൊരു ദുആ ആണ്, നമ്മളിത് പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സാഹചര്യം, ഈ സാഹചര്യം കൂടി കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ എല്ലാ പ്രതിസന്ധികൾക്കും കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഇസ്രാ മിഅ്റാജ്. എല്ലാ പ്രതിസന്ധികൾക്കും കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്രാ മിഅ്റാജ് രാപ്രയാണത്തിലൂടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഖുർആൻ പറയുന്നത് ലിനുരിയഹു മിൻ ആയാതിന, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയാൻ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ്സ് കൂടിയായിരുന്നു. നമുക്കറിയാലോ, പറ്റുമെങ്കിൽ പിന്നീട് നമുക്ക് ചരിത്രം പറയാം. 7 ആകാശങ്ങളും കടന്ന് അവസാനം സിദ്റത്തുൽ മുൻതഹയിലേക്ക് പോകാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് പെർമിഷൻ കിട്ടിയിട്ടില്ല. അവിടെ ആർക്കേ പോകാൻ കഴിഞ്ഞുള്ളൂ? നമ്മുടെ പ്രിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോവാണ്. അവരാണ് സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ ഗിഫ്റ്റായി കിട്ടുന്നത്. അവിടെയാണ് ഒരു വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എന്താണത്? നമസ്കാരം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം. അത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്താലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, ഈ നൈമിഷികമായ നശ്വരമായ ഈ ദുനിയാവിന്റെ ടാവട്ടത്തിൽ നിന്ന് ചിന്തിക്കാതെ, കറങ്ങാതെ ആ റബ്ബിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയൊരു സമാശ്വാസം എന്ന് മാത്രമല്ല, ഒരു തിരിച്ചറിവ് കൂടിയായിരുന്നു. അതിനുശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്, ലൗ തഅലമൂന മാ അഅലം ലബഹിത്തും ഖലീല വലബകൈതും കസീറ. നേര് കണ്ടല്ലോ, മനസ്സിലാക്കിയല്ലോ, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ കുറച്ച് ചിരിക്കുള്ളൂ, നല്ലൊരു ശതമാനം കരഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും എന്തിനെ കുറിച്ചായിരിക്കും? ആഖിറത്തിനെ കുറിച്ചായിരിക്കും. നമ്മൾ ലിയോപോൾഡ് വ്യൂസിന്റെ ചരിത്രം പറഞ്ഞിട്ട് മനുഷ്യന്റെ ടെൻഷന്റെ കാരണം എന്താണെന്ന് കഴിഞ്ഞ കുത്തുവേൽ പറഞ്ഞത് ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അതിനേക്കാൾ അപ്പുറം, ഈ നൈമിഷികമായ ദുനിയാവിനപ്പുറം ആഖിറത്തിലേക്ക് കണ്ണുനട്ട് നിൽക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുക, അതിനെക്കുറിച്ച് ആലോചിക്കുക, നമുക്ക് ഭയങ്കര സമാശ്വാസം ഉണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പ്രയാസം അനുഭവിച്ച സന്ദർഭത്തിൽ അവതരിക്കുന്ന 2 സൂറകളുണ്ട്, സൂറത്തുൽ ളുഹയും സൂറത്തുൽ ശറഹും. എന്താ പറയുന്നത്? ഭയങ്കര രസമാണ് സൂറകൾ അങ്ങനെ പഠിക്കുമ്പോൾ. അല്ലാഹു പറയാണ്, എന്താ ഇങ്ങനെ? നിന്റെ നാഥൻ നിന്നെ കൈവിടിഞ്ഞില്ല. റബ്ബ് എന്ന് പറയുന്നത്, റബ്ബ് എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് പടിപടിയായി സൂക്ഷ്മമായി സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവനാണ് റബ്ബ്. എന്നാൽ ഉമ്മാനേക്കാൾ ഉപ്പാനേക്കാൾ അപ്പുറമായിരിക്കും നമ്മുടെ റബ്ബിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ റബ്ബിനുള്ള സ്ഥാനം. ഓരോ നിന്നെ കൈവിടിഞ്ഞിട്ടില്ല, നിന്നെ വെറുത്തിട്ടില്ല. നിനക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ജീവിതം, നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഭാവിയെ സ്വപ്നം കാണും, ആ ആഖിറമല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാനൊന്ന് കണ്ണാരമ്പത്തി കളിച്ചതല്ല എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് നിർത്തുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റു പാഠങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ഖുതുബയിൽ പറയാം. യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനറിയാൻ. അസ്റാ ബിഅബ്ദിഹി, അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? യാത്ര ചെയ്തവനേക്കാൾ നമ്മൾ ആലോചിക്കേണ്ട ആരെ കുറിച്ചാണ്? യാത്ര ചെയ്യിപ്പിച്ചവനാണ്. അസ്റാ ബിഅബ്ദിഹി, ആ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യാൻ. എന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ സാഹചര്യത്തിൽ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്ന സമാശ്വാസം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്താനാണ് യഥാർത്ഥത്തിൽ ഈ പാഠങ്ങൾ നമുക്ക് ഉപകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഇത്തരം ചരിത്ര സംഭവങ്ങൾ, അല്ലെങ്കിൽ ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങളുടെ യഥാർത്ഥ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, അതിലൂടെ നമ്മുടെ റബ്ബിനെ കൂടുതൽ അറിയാൻ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറബിയിലെ ബദവികളായ ആളുകളെ